അയാൾക്ക് പണക്കൊഴുപ്പിന്റെ അഹങ്കാരം. എന്തും പറയാം, താൻ പറയുന്നത് കേട്ടാൽ ആളുകൾ ചിരിക്കുമെന്ന് കരുതുന്നു. പ്രമുഖനെതിരായ നടി ഹണിറോസിന്റെ പരാതിയിൽ പ്രതികരണവുമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ. സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന ഹണിറോസിന്റെ പരാതിയിൽ പിന്തുണയുമായി സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ. വളരെ മോശം പദപ്രയോഗമാണ് ആരോപണ വിധേയനായ പ്രമുഖൻ ഹണിറോസിനെതിരെ നടത്തിയത്. അദ്ദേഹത്തിന് പണക്കൊഴുപ്പിന്റെ അഹങ്കാരമാണെന്നും രഞ്ജു രഞ്ജിമാർ തുറന്നടിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടിലും സ്ത്രീകൾ ഉണ്ടാകില്ലേ? അവരെല്ലാം ഇത് കേട്ടില്ലെന്ന് നടിക്കുകയാണോ എന്നും അവർ ചോദിച്ചു. സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും തുറന്നു പറയുമ്പോൾ അതിനെ വിമർശിക്കാനും ഒരു പറ്റം ആളുകളുണ്ട്. അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നത് ഖേദകരമായ കാര്യമാണെന്നും രഞ്ജു മനോരമ ഓൺലൈനോട് പറഞ്ഞു. ഹണിയെ പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു ഈ ആരോപണ വിധേയനായ വ്യക്തി. അദ്ദേഹത്തിന്റെ ചില പദപ്രയോഗങ്ങൾ പലതവണ ആവർത്തിച്ചു കേൾക്കുമ്പോൾ അത് വളരെ അരോചകമായാണ് തോന്നുന്നത്. ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്ത മ്ലേച്ഛമായ ഭാഷയാണ് അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുന്നത്. താൻ പറയുന്നതെല്ലാം വലിയ കോമഡിയാണ്, നിങ്ങൾ ഇതെല്ലാം കേട്ട് ആസ്വദിക്കൂ എന്ന രീതിയിലാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഹണിറോസ് ഒരു നടി എന്നതിനപ്പുറം ഒരു പെൺകുട്ടിയാണ്. ഒരു മനുഷ്യന് കൊടുക്കേണ്ട സാമാന്യ മര്യാദയുണ്ട്. ഒരു പൊതുവേദിയിൽ വെച്ച് അദ്ദേഹം താൻ ഒരു മോശം വാക്ക് പറഞ്ഞ് അങ്ങനെയല്ലോ നടിയാണെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതിനർത്ഥം അവരെ സമൂഹത്തിന് മുൻപിൽ മോശക്കാരിയാക്കുകയാണ്. വളരെ മോശം പ്രയോഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പണക്കൊഴുപ്പിന്റെ ഹുങ്കാണ്. എന്റെ കയ്യിൽ പണമുണ്ട്, എനിക്ക് ചുറ്റിലും ആളുണ്ട്, എനിക്ക് എന്തും പറയാം, ഞാൻ പറയുന്നത് കേട്ടാൽ ആളുകൾ ചിരിക്കും എന്നെല്ലാമാണ് അദ്ദേഹം കരുതുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ വിഡ്ഢിത്തരമാണ്. അതിന്റെ പുറത്താണ് ഇങ്ങനെയെല്ലാം വിളിച്ചു കൂവുന്നത്. രഞ്ജു രഞ്ജിമാർ പറഞ്ഞു. ഹണിയുടെ സുഹൃത്തോ മേക്കപ്പ് ആർട്ടിസ്റ്റോ എന്ന രീതിയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിലാണ് പ്രതികരിക്കുന്നത്. ആരോപണ വിധേയനായ പ്രമുഖൻ പറയുന്ന വിഡ്ഢിത്തരങ്ങളെ കേരളത്തിലെ ഒരു കൂട്ടം സംസ്കാര ശൂന്യരായ മനുഷ്യർ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും രഞ്ജു രഞ്ജിമാർ ആരോപിച്ചു. ഇതിനെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോയാൽ ഇവിടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തെയോ ശരീരത്തെയോ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ആർക്കും എന്തും പറയാമെന്ന വ്യവസ്ഥ വന്നിരിക്കുന്നു. നിയമവ്യവസ്ഥയെ മാനിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുതാപരമായി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യം. ഒരു പെൺകുട്ടിയോടും പൊതുസമൂഹത്തോടും എങ്ങനെ പെരുമാറണമെന്ന് ഇദ്ദേഹത്തെ പോലുള്ളവർക്ക് ക്ലാസ് കൊടുക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അദ്ദേഹത്തിനൊരു അമ്മയുണ്ടാകുമല്ലോ. അവരൊക്കെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? അവർക്കെല്ലാം പ്രതികരണശേഷി നഷ്ടമായിരിക്കുകയും എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന രീതിയിൽ ഇദ്ദേഹത്തെ കയറൂരി വിട്ടിരിക്കുകയാണോ അതോ അവരെ ഇദ്ദേഹം അടിമകളാക്കി വച്ചിരിക്കുകയാണോ? രഞ്ജു രഞ്ജിമാർ ചോദിച്ചു. അവളുടെ വസ്ത്രധാരണം അങ്ങനെയാണ്, എല്ലാം തുറന്നു കാണിച്ചാണ് നടക്കുന്നത് എന്നിങ്ങനെ ചില കുലസ്ത്രീകളും പുരുഷന്മാരും കമന്റ് ചെയ്യുന്നത് കണ്ടു. എന്താണ് അവർ തുറന്നു കാണിക്കുന്നത്? അവരുടെ ശരീരത്തിന് അനുയോജ്യമായ വസ്ത്രമാണെന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാണ് അവൾ ആ വസ്ത്രം ധരിച്ചത്. അത് ഇഷ്ടപ്പെടാത്തവർ നോക്കേണ്ട, അവർ അവരുടെ വഴിക്ക് പോകണം. അല്ലാതെ ഇത്തരത്തിൽ മ്ലേച്ഛകരമായ പദപ്രയോഗങ്ങൾ നടത്തി ഒരു പെൺകുട്ടിയെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ അപമാനിക്കുന്നതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നും രഞ്ജു രഞ്ജിമാർ വ്യക്തമാക്കി. ഹണിയെ പിന്തുണച്ച് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്റെ ഇൻബോക്സിൽ വന്ന് പച്ചത്തെറി പറയുന്നവരുമുണ്ട്. കേരളത്തിലെ പൊതുജനങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ അവരുടെ സംസ്കാരം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ആ കമന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്കും കമ്പോളത്തിലെ വിൽപ്പന ചരക്കാക്കി മാത്രമാണ് സ്ത്രീകളെ ഒരു പറ്റം പുരുഷന്മാർ കാണുന്നത്. ഒന്നിലധികം സ്ത്രീകളുമായി ശാരീരിക ബന്ധമുണ്ടെന്നും ചില ആന്റിമാർ എന്റെ കസ്റ്റഡിയിലുണ്ടെന്നും എനിക്ക് ആവശ്യപ്പെടുമ്പോഴെല്ലാം പണം ലഭിക്കുമെന്നും പറയുന്നത് പുരുഷ സമൂഹത്തിന് അഭിമാനമോ എന്നും രഞ്ജു ചോദിച്ചു. ശക്തമായ നടപടി വേണം. സമൂഹ മാധ്യമങ്ങളിലും മറ്റ് പൊതുയിടങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന ഇത്തരം അവഹേളനങ്ങൾക്കെതിരെ സർക്കാർ സംവിധാനങ്ങൾ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. ഇന്നലെ ഒരാളെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു. ആ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് രീതിയിലാണെന്നും തുടർ നടപടികൾ എന്താണെന്നും പൊതുസമൂഹത്തെ അറിയിക്കണം. ഇത്തരം സംഭവങ്ങളിൽ മാധ്യമങ്ങളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം. റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കരുത്. എന്താണ് അടുത്ത നടപടി എന്നത് സംബന്ധിച്ച് ഒരു ഉത്തരം കിട്ടണമെന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യമാണെന്നും അവർ പറഞ്ഞു.